വളവില്ലേ, ഇത് കറക്റ്റ് ഫിറ്റാ. കണ്ടോ നിങ്ങൾ? ഇത് കഴുത്ത്, അതിൻ്റെ ഇറക്കം, ഷോൾഡർ, കയ്യ് എല്ലാം ഷാർപ്പ് ഫിറ്റാ. ഒട്ടും നമുക്ക് വലിയ ലൂസ്, ഇവിടെ ലൂസുണ്ട്, അല്ലാതെ ബോഡി ഈ ഭാഗത്ത് നമുക്ക് യോക്ക് പാർട്ട് വലിയധികം ലൂസൊന്നുമില്ല. നമ്മൾ ചെയ്തേക്കുന്ന പോലെ ബാക്ക് സൈഡും കൂട്ടുകാരേ ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചില്ലേ, ഇന്നലെ വൈകിട്ട് ചെയ്തു വെച്ച കലാപരിപാടികളാണ് ഇതെല്ലാം. ഇത് കണ്ടോ, 2 കഴുത്തും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു, 2ഉം തയ്ച്ചു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് 2ഉം ഞാൻ തയ്ച്ചു കഴിഞ്ഞേ. ഇതിന് അടിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈനിങ് തുണിയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചു. ഇത് കണ്ടോ, മടക്കി അടിച്ചിട്ട് ലേസ് വെച്ചിരിക്കുക, ലേസിൽ വെച്ച് തയ്ച്ചേക്കുക. അപ്പം ഇത് കണ്ടോ, നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ലേസിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് കിട്ടും. നല്ല രസമല്ലേ കാണാൻ? എൻ്റെ ഇരുന്ന ലേസായത് നല്ല 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 ശൈലായത് കാണാൻ. ഇത് കണ്ടോ, അങ്ങനെ നമ്മളിത് ഫുള്ള് തയ്ച്ച് വെച്ചു. അരിക് മടക്കി അടിച്ച് ഇവിടെ തിരിച്ചെടുത്തതെല്ലാം കാണിച്ചല്ലോ. അതുപോലെ ഈ പീസ് പഠിച്ചു. എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചാൽ, ഞാനിത് ഫുൾ നിങ്ങളെ തയ്യൽ കാണിക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു, അതുകൊണ്ട് എടുത്ത് ഞാൻ കാണിക്കുക. ഇതിൻ്റെ അരിക് കണ്ടോ, ഞാനിത് വെറുതെ മടക്കി അടിച്ചേക്കുന്നേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ മടക്കി സൈഡ് കൂടെ അടിച്ചല്ലോ. എന്നിട്ട് ഇത് വെച്ചാണ് നമ്മൾ ഇനിയും ഈ ബോഡി പാർട്ടിലേക്ക് അടിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കഴുത്തും കോളറും എല്ലാം കൂടെ യോക്ക് പാർട്ടെല്ലാം കൂടെ വെട്ടി നമ്മളിങ്ങനെ വെച്ചില്ലേ, അതേ ഞാൻ ഇങ്ങനെ ഞുറിച്ചിലെടുത്ത് വെച്ചേക്കുക. ഞുറി വിട്ട് വെച്ചേക്കുന്നത് കണ്ടോ നിങ്ങൾ? ഞുറി വിട്ട് വെച്ചേക്കുന്നത് നോക്കിയേ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് ആ സെൻട്രൽ പാർട്ട് ഞാനിവിടെ കട്ടിട്ട് വെച്ചേക്കുന്നത് കണ്ടോ. സെൻട്രലിൽ കട്ടിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് രണ്ട് ഞുറുവിനേ ഉള്ളൂ. നമുക്ക് നൈറ്റി ബീറ്റ് ആയതുകൊണ്ട് അധികം വീതിയില്ലല്ലോ. റണ്ണിങ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3-4 ഞുറ് വിടാം. ഇത് രണ്ടും പിന്നെ ഈ സൈഡിലൊന്ന് എടുത്തു. ഈ സൈഡിലൊന്ന് എടുക്കുമ്പോൾ ഒരിക്കലും നമുക്കിത് നേരെ കിട്ടത്തില്ല, ഇങ്ങനെ ഇങ്ങോട്ട് കയറുവായി പോകുന്നതുകൊണ്ട് ഇതിങ്ങനെ ചെരിച്ചാണ് വെക്കുന്നത്. അല്ലാതെ ഇവിടെ കൊണ്ട് നേരെ വെക്കാൻ ശ്രമിച്ചാൽ ഞുറിവ് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു എന്തോ പോലിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തു. ഇപ്പോൾ ഒരു ഞുറോട് ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഞുറ് വിടുമ്പോൾ ഇതെങ്ങനെ നിൽക്കുന്ന നോക്കി, ഇത് കണ്ടോ, നേരെ നിൽക്കത്തില്ലല്ലോ, ഇങ്ങനെ നിൽക്കും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധയോടുകൂടി, ഞാൻ ഇവിടെ കട്ടിട്ടേക്കുന്നത് ഇവിടെയാണ്, പക്ഷെ ഇവിടെ വരെ വരാനുള്ള ഞുറിവില്ലാത്തത് കൊണ്ട് ഞാൻ വലിപ്പമുള്ള 3 ഞുറിച്ചിൽ അവിടെ ഇവിടെയായിട്ട് തയ്ച്ചു വെച്ചു. തയ്ച്ചു വെക്കണം എന്നൊരു നിർബന്ധമില്ല. തയ്ച്ചു വെച്ചാൽ നമുക്ക് ഇത് യോക്ക് പാർട്ട് പിടിപ്പിക്കുമ്പം കറക്റ്റ് അല്ല എങ്കിൽ ഇച്ചിരി അഴിച്ചു വിടേണ്ടി വരും. ഇനി അതേസമയം പിൻ കുത്തി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. കറക്റ്റ് സെൻട്രൽ പാർട്ട് ഒരു കളർ അറിയാൻ വേണ്ടി ഞാൻ ഈ റെഡ് കളറിലൊന്ന് മാർക്കിട്ടു. ഇത് കണ്ടല്ലോ, ഈ റെഡ് കളർ, ഈ സെൻട്രൽ പാർട്ട് ഇതിൻ്റെ സെൻറ്ററുമായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മളിത് കറക്റ്റാണോ നോക്കുന്നു. ഇങ്ങനെ നമ്മൾ വെക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചോളം കയറി പോകും, പൊക്കോട്ട് കേട്ടോ. നമുക്ക് എത്ര പോയാലും, ഞാനിവിടെ എത്ര നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഫൈനൽ വേണമെന്ന് പറഞ്ഞേക്കുന്നത്, നമുക്ക് ഫൈനൽ ഒരു 4.5 ഇഞ്ച് മാക്സിമം മതി. ധാരാളം തയ്ച്ച് കഴിഞ്ഞ് ഇത് കണ്ടോ, ഇത് ഇപ്പം 5 ഉണ്ട്, അതിലൊരു 1/2 ഇഞ്ചൂടെ നമ്മുടെ തയ്യൽ കയറിപ്പോയാൽ എത്ര ഉണ്ട്? നമുക്ക് 4.5 ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കേ, എനിക്ക് ഇത്രയും കയറ്റി വെച്ച് തയ്ക്കാൻ പറ്റും. ശ്രദ്ധിച്ചോ നിങ്ങൾ? അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്നു. അങ്ങനെ ഈ വശവും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഒത്തു നോക്കണം. ഈ വശവും നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ച് ഇത് കണ്ടോ, ഇതൊരു സ്വല്പം കൂടുതലാണ്, ഒരു 1/2 ഇഞ്ചിന് ഈ ഭാഗം കൂടി നിൽക്കുന്നത് കണ്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഞുറിവ് ഇട്ട് കൊടുക്കാം. അത് അന്നേരം ഇട്ട് കൊടുത്താലും മതി, ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഞുറിവ് ഇങ്ങനെ നമ്മൾ തയ്ച്ച് വരുമ്പം ചേർത്ത് വെച്ചിട്ട് അടിച്ചാൽ ഈ
യോക്ക് പാർട്ട് കറക്റ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ഞാൻ ഇന്നലെ വൈകുന്നേരം അടിച്ചു വെച്ചു. നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ബാക്കി ഫിനിഷ് ചെയ്യാതെ വെച്ചിരുന്നത്. അന്നേരം എനിക്ക് വൈകുന്നേരം വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുക. ഇവിടെ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗം ഞാനിങ്ങനെ റെഡ് കളർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിനോട് ഇതിൻ്റെ സെൻറ്റർ ചേർത്ത് വെച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇത് കറക്റ്റാണ്, വളരെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഇതൊരു 1/4 ഇഞ്ച് കൂടുതലാണ്. അത് ഞാൻ മുമ്പത്തെ പോലെ ഇവിടെ ഒരു ചെറിയ മുറിവ് ഇടും. ഇട്ടത് 1/4 ഇഞ്ച് കഷ്ടിച്ച് കൊണ്ടിട്ട് ഇതുകൂടെ തയ്ച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇത് നമുക്കിനിയും തയ്ക്കാം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഞാൻ ഈ കളർ കൊടുത്തേക്കുന്ന ഈ സെൻട്രൽ പാർട്ടും വേണ്ട ഒരു 1/2 ഇഞ്ച് കയറ്റി ഒന്നിച്ച് വെച്ചു. ഒന്നിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തയ്ച്ച് തുടങ്ങാം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കി നമ്മൾ തയ്ച്ച് പോവുകയാണേ. നിങ്ങൾ പിടിച്ച് നോക്കണം ഇത് കറക്റ്റാണെന്നേ. ഇത് കണ്ടോ, ഇത് ഇച്ചിരി കൂടുതലാണ് കണ്ടോ. ഇത് കൂടുതലും തുണി കുറവുക ഉണ്ടോ. 1/2 ഇഞ്ചോളം ഉണ്ടാണ്. ഞാനൊന്നിട്ട് അഴിച്ചിട്ട് ചെയ്യട്ടെ. കണ്ടോ, ഇപ്പം കറക്റ്റായില്ലേ, ഷാർപ്പായിട്ട് വന്നു. ഇനി കണ്ടോ നമ്മൾ പകുതി തയ്ച്ച് കഴിയും. ബാക്കി നമുക്ക് ഇങ്ങോട്ട് തയ്ക്കാം. മുമ്പത്തെ പോലെ പറ്റാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് തയ്ച്ചാൽ മതിയേ. ഇത് കറക്റ്റാണ്. ഇവിടെ തയ്ച്ച് തുടങ്ങുവാണേ. ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് ഇത് നോക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഞൊറി കൂടെ വരും. അതിടുമ്പോൾ എങ്ങനെ നിൽക്കുന്ന നോക്കി, ഞാൻ മേളിലോട്ട് കയറി എടുക്കണം കേട്ടോ. അങ്ങനെ നിൽക്കണേ നിങ്ങൾ തയ്ച്ച് വരുമ്പോഴേ. ഇത് ശരിയായില്ലേ. ബാക്കി നമുക്ക്
ഞാൻ ഇവിടുന്ന് തയ്ച്ച് പോരുകയാണ്. എനിക്ക് വശം ഇതായതുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ തയ്ക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് സെൻറ്ററിൽ തന്നെ പിടിച്ച് തയ്ക്കാവേ. ഇവിടെ തയ്ച്ച് പോകുന്നതിന് മുമ്പ് നോക്കണം, ഇവിടെ ശരിയാകുമോ, കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് നോക്കണം. ഇത് കണ്ടോ, കറക്റ്റല്ലേ, ഒന്നും ചെയ്യണ്ടല്ലോ. അല്ലെങ്കിൽ മറുവശത്തെ പോലെ നമ്മളിവിടെ ഒരു ഞൊറിയൂടെ ഇട്ട് കൊടുക്കണം. രണ്ടടിപ്പൊക്കെ അടിച്ച് നമ്മൾ നല്ല സ്ട്രോങ് ആക്കി, കണ്ടോ, നല്ല സ്ട്രോങ് ആക്കിയേക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടും ബാക്കും ഫ്രണ്ടും കൂടെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാം. ഷോൾഡർ ഒളിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം നേരത്തെ അല്ലേ ചെയ്യണമായിരുന്നു. രണ്ട് ഷോൾഡറും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാവേ. ഒക്കെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടല്ലേ, ഫ്രണ്ട് പാർട്ട് ഒരു സ്വല്പം എടുത്ത് കളഞ്ഞേക്കാം. നൈറ്റി ആണെങ്കിലും നമുക്ക് ഫ്രണ്ട് പാർട്ട് ചുളുങ്ങിക്കിടക്കാതെ കുറച്ച് നമുക്ക് എത്ര ഷോൾഡർ ഉണ്ടെന്ന് കറക്റ്റ് നോക്കാവേ. തയ്ച്ച് കഴിഞ്ഞ് നോക്കിക്കോണേ. കറക്റ്റ് 4.5 ഇഞ്ച് ഷോൾഡർ ഉണ്ട്, കണ്ടോ, ഇത് കണ്ടോ, 4.5. ഈ 4.5യിൽ അരയും കൂടെ പോവും. അപ്പം പിന്നെ നമുക്ക് എത്രയേ വരത്തുള്ളൂ, 4 വരത്തുള്ളൂ. നമുക്കത് മതി ധാരാളമേ. സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഞാൻ സ്ലീവ് രണ്ടിൻ്റെ ഉൾവശം എടുത്ത് കളഞ്ഞ് മടക്കി കൈയുടെ അരിക് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ, രണ്ടും മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല വശത്തോട്ട് സ്ലീവിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുന്നു. പക്ഷെ വെക്കുമ്പോൾ എന്ത് ചെയ്യണം, ഓർക്കണം, ഈ ഫ്രണ്ട് വശത്താണോ നമ്മൾ കട്ടിട്ടത്, കണ്ടോ, ഞാൻ ഇൻറ്റു ചിഹ്നം ഇട്ട് വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ചിഹ്നം, ആ എടുത്ത് കളഞ്ഞതും ഇവിടെ ചേർന്ന് വരാൻ നോക്കണം. എന്നിട്ട് നമ്മളിത് രണ്ടും ഒരുപോലെ ചേർത്ത് വെക്കുന്നു. സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തയ്ച്ചു പോകുന്നു. ഒന്നും പറയാനില്ലല്ലോ, കുറേശ്ശെ നമ്മൾ ചേർത്ത് കൊടുത്ത് തയ്ക്കും.
അതുകൊണ്ട് പ്ലീറ്റഡ് നൈറ്റിയൊക്കെ തയ്ച്ച് ഞാൻ ഇട്ടു. നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക് നോക്കിയാൽ ഈ കോമ്പിനേഷൻ? പ്യുവർ വൈറ്റ് ഹക്കോബയും ചെറിയ ലേസൊക്കെ കൊടുത്ത് കണ്ടോ പ്ലീറ്റഡ്. നല്ല ഇറക്കമുണ്ട് കേട്ടോ. ഞാൻ മടക്കി അടിച്ചിട്ടില്ല, ഇട്ട് നോക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടിച്ചു നോക്കാൻ. അപ്പം നമുക്ക് ഈ നൈറ്റി ഫിറ്റ് കിട്ടിയാൽ എനിക്ക് കറക്റ്റാണ്, എനിക്ക് ഒട്ടും വെട്ടിക്കളയാനില്ല. ജസ്റ്റ് ഇനി ഒരു ചെറിയൊരു അടുപ്പ് അടിക്കാനുള്ളതേ ഉള്ളൂ. നോക്കുക, എൻജോയ് ചെയ്യുക. നല്ല സെലിബ്രിറ്റികളെ പോലെ നല്ല നൈറ്റിയൊക്കെ വീട്ടിലിട്ട് നല്ല മിടുക്കരായി. ഇതൊക്കെ അളവില്ലേ, ഇത് കറക്റ്റ് ഫിറ്റാണ്. കണ്ടോ നിങ്ങൾ? ഇത് കഴുത്ത്, അതിൻ്റെ ഇറക്കം, ഷോൾഡർ, കൈ എല്ലാം ഷാർപ്പ് ഫിറ്റാണ്. ഒട്ടും നമുക്ക് വലിയ ലൂസും, ഇവിടെ ലൂസുണ്ട്, അല്ലാതെ ബോഡി ഈ ഭാഗത്ത് നമുക്ക് യോക്ക് പാർട്ട് വലിയധികം ലൂസൊന്നുമില്ല. നമ്മൾ ചെയ്തേക്കുന്ന പോലെ ബാക്ക് സൈഡും അതുപോലെ തന്നെ നമ്മൾ യോക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തീർച്ചയായും നിങ്ങൾ ഒരാൾക്കിത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്താലല്ലേ വീഡിയോ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.